വാർത്താവർത്തനങ്ങളുടെ മനഃശാസ്ത്രം. കേരളത്തിലെ തുടർക്കഥാ വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം. കേരളത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട വാർത്തകൾ, അത് തെരുവുനായ ആക്രമണമോ പാമ്പുകടിയോ വന്യജീവി ശല്യമോ ആകട്ടെ, ഒരിക്കൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ പിന്നീട് തുടരെ തുടരെ സമാനമായ വാർത്തകൾ മാധ്യമങ്ങളിൽ നിറയുന്നത് നാം ശ്രദ്ധിക്കാറുണ്ട്. ഒരു പ്രത്യേക കാലയളവിൽ ഇത്തരം അപകടങ്ങൾ പെട്ടെന്ന് വർദ്ധിക്കുന്നതാണോ ഇതിന് കാരണമെന്ന് പൊതുജനം സംശയിക്കാറുണ്ടെങ്കിലും ഇതിനു പിന്നിൽ വ്യക്തമായ മനഃശാസ്ത്രവും സാമൂഹികവുമായ കാരണങ്ങളുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മനഃശാസ്ത്രത്തിൽ ബാഡർ മെയിൻഹോഫ് ഫിനോമിനൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഇല്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്ന പ്രതിഭാസമാണ് ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. ഒരു വലിയ ദുരന്തം നടക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കം ആ വിഷയത്തിന് വലിയ പ്രാധാന്യം നൽകുകയും ഉപബോധ മനസ്സിൽ അത് തങ്ങി നിൽക്കുകയും ചെയ്യുന്നു. അതോടെ മുമ്പും നമ്മുടെ ചുറ്റും സാധാരണ നിലയിൽ നടന്നിരുന്ന ഇത്തരം ചെറിയ സംഭവങ്ങൾ പോലും പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാൻ തുടങ്ങുന്നു. ഇത് യഥാർത്ഥത്തിൽ അപകടങ്ങൾ കൂടുന്നത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ നിരീക്ഷണ പാടവം ആ വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. മാധ്യമങ്ങളുടെ റിപ്പോർട്ടിംഗ് ശൈലിയും ഇതിൽ നിർണായകമാണ്. മാധ്യമങ്ങൾ എപ്പോഴും ജനങ്ങൾ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. ഒരു വലിയ അപകടം വാർത്താ പ്രാധാന്യം നേടിക്കഴിഞ്ഞാൽ സമാനമായ ചെറിയ സംഭവങ്ങൾ പോലും ബ്രേക്കിംഗ് ന്യൂസായി റിപ്പോർട്ട് ചെയ്യപ്പെടാൻ തുടങ്ങും. സാധാരണ ദിവസങ്ങളിൽ വാർത്തയാകാത്ത ചെറിയ സംഭവങ്ങൾ പോലും ഈ ഘട്ടത്തിൽ പ്രാധാന്യത്തോടെ ജനങ്ങളിലേക്ക് എത്തുന്നു. ഇത് സംഭവങ്ങൾ തുടർച്ചയായി നടക്കുന്നു എന്നൊരു തോന്നൽ സമൂഹത്തിൽ സൃഷ്ടിക്കുകയും പലപ്പോഴും ജനങ്ങളിൽ ഭീതി പടർത്താൻ കാരണമാവുകയും ചെയ്യുന്നു. കൂടാതെ ഒരു വലിയ സംഭവം നടന്നു കഴിഞ്ഞാൽ നാട്ടുകാരും ഉദ്യോഗസ്ഥരും കൂടുതൽ ജാഗരൂകരാകുന്നതും റിപ്പോർട്ടുകൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. മുമ്പ് വലിയ പ്രാധാന്യം നൽകാതിരുന്ന ചെറിയ പരിക്കുകൾ പോലും ജനങ്ങൾ പരാതിപ്പെടാനും ആശുപത്രികളിൽ റിപ്പോർട്ട് ചെയ്യാനും തുടങ്ങുന്നതോടെ ഔദ്യോഗിക കണക്കുകളിലും വലിയ വർധനവ് രേഖപ്പെടുത്തുന്നു. ഇത്തരത്തിൽ വാർത്തകൾ അമിതമായി വരുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുമെങ്കിലും സമൂഹത്തിൽ അത് വർദ്ധിച്ച ജാഗ്രതയ്ക്കും സുരക്ഷാ നടപടികൾക്കും വഴിയൊരുക്കുന്നുവെന്ന പോസിറ്റീവ് വശവുമുണ്ട്. ചുരുക്കത്തിൽ ഇത്തരം വാർത്താ പ്രളയങ്ങൾ പലപ്പോഴും സംഭവങ്ങളുടെ എണ്ണ കൂടുതൽ കൊണ്ടല്ല, മറിച്ച് മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും വർദ്ധിച്ച ശ്രദ്ധയുടെ പ്രതിഫലനം മാത്രമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ.